കോട്ടയം പൊൻകുന്നത്ത് സ്കൂൾ ബസ്സിന് പിന്നിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് ഇടിച്ച അപകടം. പൊൻകുന്നം സെന്റ് മേരീസ് സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികൾക്കും തീർത്ഥാടകർക്കും പരിക്കേറ്റു. വിവരങ്ങളുമായി ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ടോബി, എപ്പോഴായിരുന്നു ഈ അപകടം? ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെയാണ്? ക്രിസ്റ്റീന, ഹാഷ്മി, ഒരു ആശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കാര്യമായിട്ട് പരിക്കുകളൊന്നും ആർക്കും തന്നെ പറ്റിയിട്ടില്ല. ഈ സ്കൂൾ വാഹനത്തിൽ 4 വിദ്യാർത്ഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. രാവിലെ 8 മണിയോടുകൂടിയാണ് പാലാ പൊൻകുന്നം റോഡിൽ 1-ാം മൈലിൽ ഈ അപകടമുണ്ടായത്. സെന്റ് മേരീസ് സ്കൂളിലെ വാഹനമാണ്. സ്കൂൾ ബസ്സായിരുന്നു. അതിന് പിന്നിൽ ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പിന്നിൽ വന്ന് ഈ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഈ സ്കൂൾ ബസ്സിൽ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം നഷ്ടമായ ഈ തീർത്ഥാടകരുടെ ബസ് മറ്റൊരു കടയിലേക്കും ഇടിച്ചു കയറിയതായിട്ടുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. രാവിലെ കുട്ടികൾ കയറുന്നതേ ഉള്ളായിരുന്നു സ്കൂൾ ബസ്സിലേക്ക്. അതുകൊണ്ട് തന്നെ 4 കുട്ടികൾ മാത്രമാണ് ആ സമയത്ത് ഈ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ ഈ തീർത്ഥാടകരുടെ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്കും കാര്യമായിട്ടുള്ള പരിക്കുകളില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ സമീപത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുകൂടി വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും വിശദമായിട്ടുള്ള വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. പ്രാഥമിക വിവരം അനുസരിച്ച് കാര്യമായിട്ടുള്ള പരിക്കുകൾ ആർക്കും ഇല്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.